A random variable exists said to be continuous random variable if the sample space S contains infinite numbers. അതായത് കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിങ്ങളുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോ ഡിസ്ക്രീറ്റിലൊക്കെ എന്തായിരുന്നു? ഒരു ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ് അവൈലബിൾ ഉള്ളൂ. ഇവിടെ എന്താണ്? ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. PDF എന്ന് പറയും. ഇപ്പൊ ഒരു ഫംഗ്ഷൻ PDF ആണെന്ന് പറയണമെങ്കിൽ അത് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് f(x) മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന f(x) ആ ഒരു പ്രോബബിലിറ്റി ഉണ്ടാവില്ലേ, അത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ഇനി നെക്സ്റ്റ് എന്താണ്? സം ഓഫ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആണ്, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx ഈക്വൽ ടു 1 ആണ്. അതായത് സമ്മിന് പകരം ഇവിടെ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യണം കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? a to b f(x) dx ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CDF എന്ന് പറയും. ഇപ്പോ എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ ആണെന്ന് വിചാരിക്കും. അതിന്റെ PDF ആണ് f(x) വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. ഇനി നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ് ചെയ്യണത് ക്യാപിറ്റൽ f(x) വെച്ചിട്ടാണ്. ക്യാപിറ്റൽ f(x) എന്ന് വെച്ച് കഴിഞ്ഞാല് ദ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ, അതുപോലെ തന്നെ ഇവിടെ എക്സ് വരെയുള്ള പ്രോബബിലിറ്റി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് എക്സ് വരെയാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് f(x) dx എന്ന് കിട്ടി. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് എന്റെ സ്മോൾ എക്സ്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പൊ എക്സില് താഴെ എക്സ് വാല്യൂ വരുന്നത്, അതായത് ഈ ഒരു മൊത്തം പ്രോബബിലിറ്റി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി തൊട്ടാണ്, എക്സ് വരെ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് f(x) dx ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? f(b) മൈനസ് f(a) എന്നാണ്. ഇനി f(- ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താണ്? 0യും f(+ ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താണ്? 1ഉമാണ്. ഇനി f(b) must be greater than or equal to f(a) for every b greater than a. ഇനി നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? PDF സ്മോൾ f(x) എന്ന് പറയുന്നത് എന്താണ്? PDF is equal to എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് CDF ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ. If a continuous random variable has the PDF f(x) equal to k e raised to minus 2x, x greater than 0, 0 for x less than or equal to 0. ഇനി എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഫൈൻഡ് ഫസ്റ്റ് വൺ എന്താ? വാല്യൂ ഓഫ് കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ എന്താ തന്നിട്ടുള്ള? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. തേർഡ് വൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.5 ആൻഡ് ഫോർത്ത് വൺ ക്യാപിറ്റൽ f(x). ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കെയുടെ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ നിങ്ങൾ PDF പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, അതിൽ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സം ഓഫ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്താൽ പോലെ, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f(x) dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് f(x) വന്നിട്ടില്ലേ? 0യിൽ നിന്ന് ഗ്രേറ്റർ ദാൻ ആവുമ്പോ ഈ വാല്യൂ, എക്സ് ലെസ് ദാൻ 0 ആവുമ്പോ 0 ആണ് വാല്യൂ തന്നിട്ടുള്ളത്. എനിക്ക് എങ്ങനെ എഴുതാം?
മൈനസ് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇവിടെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്താണ് കെ ഇ റേസ് ടു മൈനസ് 2x dx ഉം പ്ലസ് ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ നിങ്ങൾക്ക് എന്താ വാല്യൂ തന്നിട്ടുള്ളത്? 0 അല്ലേ? 0 dx ആണ് നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ കെ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഞാൻ പുറത്ത് നിർത്തി എന്ത് ചെയ്യുക? 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2x dx എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് 2x ഡിവൈഡഡ് ബൈ മൈനസ് 2 0 ടു ഇൻഫിനിറ്റി. ഇനി എന്ത് ചെയ്യുക? ഇതിന് വാല്യൂ കൊടുക്കുക. കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കും മൈനസ് ഇ റേസ് ടു മൈനസ് 0 ഡിവൈഡഡ് ബൈ മൈനസ് 2 ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അതുപോലെ ഇ റേസ് ടു ഇൻഫിനിറ്റിയുടെ ഒക്കെ വാല്യൂ എന്താണ്? 0 ആണെന്ന് നമുക്കറിഞ്ഞൂടെ? നമുക്ക് എന്തെന്ന് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 0 മൈനസ് 1 ഇ റേസ് ടു 0 1 അല്ലേ? ഡിവൈഡഡ് ബൈ മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ബൈ 2. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതിന്റെ റൈറ്റ് സൈഡ് വാല്യൂ എന്താ? ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? 1 അല്ലേ? ഇത് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 ആണ്. ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ അതിന്റെയും പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ? അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 ടു 3. അപ്പൊ നിങ്ങൾ നോക്കണം 0 മുതൽ 3 വരെ വരുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? കെ ഇ റേസ് ടു മൈനസ് 2x-ലല്ലേ 0 മുതൽ 3 വരെ വരുന്നത്? അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. കെയുടെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ എന്താ? നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് വേണമെങ്കിൽ എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ഇ റേസ് ടു മൈനസ് 2x ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 0 ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എനിക്കിവിടെ എന്തെന്ന് എഴുതാൻ? 2 ഇ റേസ് ടു മൈനസ് 2x dx. 2 കോൺസ്റ്റന്റിനെ പുറത്ത് നിർത്തി ഇ റേസ് ടു മൈനസ് 2x ഇന്റഗ്രേറ്റ് ചെയ്ത ഇ റേസ് ടു മൈനസ് 2x ബൈ മൈനസ് 2 0 to 3. That is 2 into e raised to minus 2 into 3 is 6 minus e raised to 0 divided by minus 2. Okay, 2 get cancelled. Minus molecule column. Then e raised to 0 the value 1 minus e raised to minus 6 millimeter. Okay. ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0.5. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരിക? ഗ്രേറ്റർ ദാൻ 0.5 എന്ന് വെച്ചാൽ 0.5 മുതൽ ലാസ്റ്റ് വാല്യൂ ഏതാണ്? ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിച്ചാൽ പോരെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ടു ഇൻഫിനിറ്റി 2 e raised to minus 2x dx. That is 2 into e raised to minus 2x by integrate by minus 2. 0.5 to infinity. So that is equal to 2 get cancelled. So e raised to infinity minus e raised to 0.5. So then minus 2 into 0.5 divided by minus 1. That e raised to 0 എന്ന് വെച്ചാൽ sorry e raised to infinity എന്ന് വെച്ചാൽ 0 minus e raised to minus 1 divided by minus 1. That is equal to
e raised to minus 1. Okay. ഇനി next one, fourth one, എന്തായിരുന്നു CDF കണ്ടുപിടിക്കാൻ capital F of x that is equal to indication എന്തായിരുന്നു minus infinity to x f of x dx that is equal to നിങ്ങൾ എന്ത് ചെയ്യണം മൈനസ് ഇൻഫിനിറ്റി തൊട്ട് എക്സ് വരെയുള്ള വാല്യൂ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി നോക്കുക ഓക്കെ 0 മൈനസ് ഇൻഫിനിറ്റി ഇവിടെ എവിടെയെങ്കിലും ആണ് എക്സ് എന്ന് ഞാൻ അസ്യൂം ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തൊട്ട് ഇതുവരെ ഒരു വാല്യൂ 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ വേറെ വാല്യൂ ആണ് ഇതുവരെ 0യും ഇവിടെ 2 - 2x ആണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ് 0 dx പ്ലസ് ഈ 0 തൊട്ടിട്ട് എക്സ് വരെ നിങ്ങളുടെ വാല്യൂ എന്താ 2e raised to minus 2x dx ഇത് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് 0 ആയി പോയിക്കോളും ഇതിനെന്താവും 2 into e raised to minus 2x by minus 2 value 0 to x dx 0 to x കിട്ടും ഓക്കെ ഈ വാല്യൂ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോലെ 2 get cancel then e raised to minus 2x minus e raised to 0 divided by minus 1 that is equal to 1 minus e raised to minus 2x ഓക്കെ മനസ്സിലായില്ലേ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യാം CDF-നൊന്ന് എഴുതാം capital F of x equal to CDF നമുക്ക് കിട്ടിയ വാല്യൂ എന്താ 1 minus e raised to minus 2x ഇതെപ്പോഴാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ x greater than 0 ആയിരിക്കുമ്പോൾ അല്ലെ x greater than 0 അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് അപ്പൊ ബാക്കി കേസിൽ എന്തായിരിക്കും വാല്യൂ 0 ഇതാണ് നിങ്ങളുടെ CDF വരുന്നത് okay. Next question. Diameter of an electric cable they exist assumed to be a continuous random variable with the function f of x equal to 6x into 1 minus x for 0 less than or equal to x less than or equal to 1, 0 otherwise. First one, check whether f of x is a PDF. Second one, determine the value of b such that probability of x less than b equal to probability of x greater than b. So first എന്താ പറഞ്ഞിട്ടുള്ളത് ഇതൊരു PDF ആണോന്ന് ചെക്ക് ചെയ്യണം ഓക്കെ PDF ആണോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി സമ്മ് വന്നാണെന്ന് കാട്ടിയ പോരെ ഓക്കെ സോ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x dx equal to integral from minus infinity to infinity f of x ന്റെ വാല്യൂ നമുക്ക് ഇവിടെ എന്താ 6x into 1 minus x dx അല്ലേ വരിക ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള റേഞ്ച് ഏത് തൊട്ട് ഏത് വരെയാണ് 0 തൊട്ട് 1 വരെയാണ് നിങ്ങൾക്ക് ഈ വാല്യൂ തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് തൊട്ട് ഏത് വരെയാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെക്ക് ചെയ്യണോ കാരണം ബാക്കി ഭാഗത്ത് 0 ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പൊ വാല്യൂ ഉള്ള സൈഡിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ പോരെ 0 to 1 ആണ് നിങ്ങൾക്ക് എന്തുള്ളത് f of x ഉള്ളത് നമ്മളിവിടെ കൊടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി 6 കോൺസ്റ്റന്റ് ആണ് പുറമെ നിർത്തി 0 to 1 എക്സിനെ ഞാൻ ഉള്ളിൽ കൊടുത്തു അപ്പൊ x മൈനസ് എക്സ് സ്ക്വയർ dx that is equal to 6 into x in integrate the x square by 2 minus x square in integrate the x cube by 3 0 to 1 that is equal to 6 into ആദ്യ x ന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്തു
അപ്പൊ 1/2 minus 1/3. That is 6 into 1/6 equal to 1. അപ്പൊ സമ്മക്ക് 1 കിട്ടിയില്ലേ? എനിക്ക് എന്തെന്ന് പറയാം? f of x is a PDF. പിന്നെ എന്താണ് f of x greater than 0 ആണ് വേണ്ടത്. അതിവിടെ x ന് നിങ്ങളൊന്ന് 0 കൊടുത്തു നോക്കിയപ്പോ അപ്പൊ 0 നമുക്ക് കിട്ടുക. ഇനി 1 കൊടുത്തു നോക്കി, 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്ന വാല്യൂ? അപ്പോഴും 0 ആണ്. അപ്പൊ f of x must be greater than or equal to 0 എന്നുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് f of x PDF ആണെന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതില് നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞത്? The probability of x greater than b equal to probability of x less than b ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ട് ഉള്ളത്? ഇതിൽ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിത് ഒരു PDF ആണെന്ന് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഇതില് പ്രോബബിലിറ്റി ഓഫ് വാല്യൂ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഈ ഒരു പോയിന്റ് ആണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ലെസ് ദാൻ ബി ആണ് അല്ലെ? ബിയിലും താഴെയുള്ള വാല്യൂസ് ആണ് ഇവിടെ മൊത്തം വരുന്നത്. ഈ റൈറ്റ് സൈഡ് എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? 1 ആണ് അല്ലെ? ഇത് മൊത്തം ആഡ് ചെയ്ത വാല്യൂ 1 ആണ്. സോ ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ബിയും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബിയും ഈക്വൽ ആണെന്നാണ് ഇത് തന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടുന്നുണ്ടാവില്ല അല്ലേ? ഒരു സാധനത്തിന്റെ ഗ്രേറ്ററും ഒരു സാധനത്തിന്റെ ലെസ്സും അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഭാഗം വന്നില്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഫ്രം -∞ to b f of x dx ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബി തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ f of x dx ആണ് അല്ലേ? എപ്പോഴാണ് നിങ്ങൾക്ക് 1 കിട്ടുന്നത്? -∞ to ∞ f of x dx എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? -∞ to b f of x dx plus b to infinity f of x dx ചെയ്താൽ 1 അല്ലേ? ഇത് രണ്ട് ഈക്വൽ ആണെന്നല്ലേ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? അതായത് -∞ to b f of x dx equal to b to infinity f of x dx ആണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? 0.5 ആവുമ്പോഴല്ലേ അല്ലേ? ഇനി ഇതിന്റെ വാല്യൂ ചെക്ക് ചെയ്താ പോരെ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ടോ? ഇല്ല, നിങ്ങളുടെ റേഞ്ച് ഏത് തൊട്ട് ഏത് വരെയാണ്? 0 to 1 വരെയാണ് നിങ്ങൾക്ക് എന്തുള്ളൂ? വാല്യൂ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല? ഇത്ര എടുക്കണ്ട. അതായത് നിങ്ങൾക്ക് എന്താണ്? 0 to b f of x dx, സോറി f of x അല്ല, നിങ്ങൾക്ക് തന്ന വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. f of x നിങ്ങൾക്ക് എന്തെന്നാ തന്നിട്ടുള്ളത്? 6x into 1 minus x dx equal to നെക്സ്റ്റ് വാല്യൂ എന്താ തന്നിട്ടുള്ളത്? b to ഇൻഫിനിറ്റിക്ക് വരെ ഇവിടെ ഏത് വരെയുള്ളൂ? 1 വരെയുള്ളൂ. ഓക്കെ, b to 1 6x into 1 minus x dx
equal to 0.5 ആണ്. ഇതിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്താൽ പോരെ. ഓക്കെ, ഇന്റഗ്രൽ 0 to b 6x1 minus x dx equal to 1/2 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. 6നെ പുറത്ത് നിർത്തി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x²/2 x², x ഉള്ളിലേക്ക് ഇവിടെ കൊടുക്കുമ്പോൾ x²നെ ഇന്റഗ്രേറ്റ് ചെയ്ത x³ 3 അപ്പുറത്ത് ചെയ്ത സെയിം ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാൻ 0 to b എന്നുള്ള വാല്യൂ കൊടുക്കുക. that is equal to 1/2 ആണ്. that is 6 into b²/2 minus b³/3 പിന്നെ 0 അപ്ലൈ ചെയ്ത 0 ആയിപ്പോൾ. that is equal to 1/2. ഓക്കെ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് ഷോർട്ട് ആക്കി എടുക്കാം. 6 into 3b² minus 2b³ divided by 6 equal to 1/2. that is 6 കട്ട് ചെയ്ത് കളയാം. so 3b² minus 2b³ equal to 1/2. 2 ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 6b² minus 4b³ equal to 1. ഇതൊരു ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇതിന് സോൾവ് ചെയ്യാമല്ലോ, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ അല്ലേ. ഇതിൽ വാല്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ലേ. ദാറ്റ് ഈസ് നെഗറ്റീവ് ആണെന്ന് ഇക്വേഷന് ഫോർമാറ്റ് ചെയ്താണ്. 6b² minus 4b³ minus 1 equal to 0. അതായത് ഇങ്ങനെ എഴുതാം. 4b³ minus 6b² plus 1 equal to 0. ബിയുടെ വാല്യൂ നമുക്ക് എന്ത് ഇത് സോൾവ് ചെയ്ത ബിയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും.